ഇനി നമുക്ക് നല്ല വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. എണ്ണ ചൂടാകുമ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുരുമുളകും പെരിഞ്ചീരകവും പിന്നെ വറ്റൽമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങയ്ക്ക് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിനി കറി നല്ലപോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വറുത്തരച്ച ചെമ്മീൻ കറി ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.